Good morning everyone. Welcome back to Sociology online class. നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന. എന്താ ജനസംഖ്യാശാസ്ത്രം? ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം. സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് പോപ്പുലേഷൻ ഓർ സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് പോപ്പുലേഷൻ. ഈ ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിനാണ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇതിൽ ചേഞ്ചസ് ഓഫ് പോപ്പുലേഷൻ സൈസ്, അതുപോലെ പാറ്റേൺസ് ഓഫ് ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, അതുപോലെ പ്രൊപ്പോർഷൻ ഓഫ് വിമൻ ആൻഡ് മെൻ, അതുപോലെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്, ഇതൊക്കെ ഈ ഡെമോഗ്രഫിയിൽ ഉൾക്കൊള്ളുന്നു. ജനസംഖ്യയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, അതുപോലെ തന്നെ ജനനനിരക്ക്, മരണനിരക്ക്, അതുപോലെ ലിംഗാനുപാതമൊക്കെ നമുക്കറിയാം. 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരുണ്ട് എന്നൊക്കെ നോക്കുന്ന. അതുപോലെ വ്യത്യസ്ത പ്രായഘടന, ഏത് പ്രായക്കാരാണ് കൂടുതൽ, ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഏത് പഠനത്തിൽ വരുന്നു? ഡെമോഗ്രഫിയിൽ വരുന്നു. ഇവിടെ ഡെമോഗ്രഫി, ഫോർമൽ ഡെമോഗ്രഫി ഉണ്ട്, സോഷ്യൽ ഡെമോഗ്രഫി ഉണ്ട്. ഡെമോഗ്രഫി ജനസംഖ്യാ പഠനം പല രൂപത്തിലുണ്ട്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫോർമൽ ഡെമോഗ്രഫി, സോഷ്യൽ ഡെമോഗ്രഫി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനനനിരക്ക്, മരണനിരക്ക് തുടങ്ങിയ ഇതിൻ്റെ എണ്ണം കണക്കാക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റഡിക്കാണ് ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ജനനനിരക്ക്, മരണനിരക്ക്, ഇതുപോലെയുള്ള പഠനങ്ങൾ. അതുപോലെ സോഷ്യൽ ഡെമോഗ്രഫി എന്നോട് അർത്ഥമാക്കുന്നത് ജനസംഖ്യയുടെ കോസസ് ആൻഡ് കോൺസിക്വൻസസ്, ജനസംഖ്യ വർദ്ധിക്കാൻ അല്ലെങ്കിൽ കുറയാനുള്ള കാരണങ്ങൾ, ജനസംഖ്യ വർദ്ധിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പഠനങ്ങൾക്കാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 2 തിയറികളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു മാൽത്തൂസിയൻ തിയറി, അതുപോലെ ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. ഈ 2 തിയറികളാണ്. മാൽത്തൂസിയൻ തിയറി എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തോമസ് റോബർട്ട് മാൽത്തൂസ് 1948 അദ്ദേഹത്തിൻ്റെ വർക്കായ ആൻ എസ്സേ ഓൺ പോപ്പുലേഷൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം കൊണ്ടുവന്ന നമുക്ക് പരിചയപ്പെടുത്തിയ ഒരു തിയറിയാണ് മാൽത്തൂസിയൻ തിയറി. പേര് മാൽത്തൂസാണ്, അതുകൊണ്ട് തന്നെ ആ തിയറിക്ക് എന്ത് പറയുന്നു? മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്നു. ഈ തിയറിയിലൂടെ മാൽത്തൂസ് എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ ഗ്രോസ് മച്ച് ഫാസ്റ്റർ ദാൻ ഹ്യൂമൻ സബ്സിസ്റ്റൻസ് ഫോർ എവർ. Therefore, humanity condemned to live in poverty forever. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനസംഖ്യ വർദ്ധിക്കുന്ന അത്ര വേഗത്തിൽ എന്ത് വർദ്ധിക്കുന്നില്ല? നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല. മനുഷ്യ സമൂഹത്തിനോട് ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം, പാർപ്പിട സൗകര്യങ്ങൾ വേണം, വസ്ത്രങ്ങൾ വേണം. ഈ സാധനങ്ങളൊക്കെ, നമുക്ക് വേണ്ട ഈ വിഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് എന്ത് വർദ്ധിക്കുന്നത്? ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഈ തിയറിയിലൂടെ റോബർട്ട് മാൽത്തൂസ് പറയുന്നത് പോപ്പുലേഷൻ ഓൾവേസ് ഓവർടേക്സ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ജനസംഖ്യ വളർച്ച എന്നുള്ളത് എപ്പോഴും എന്തിനേക്കാൾ വേഗത്തിലാകുന്നു? നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഭക്ഷണ വിഭവങ്ങൾ, ധാന്യങ്ങൾ, മറ്റുള്ള സാധനങ്ങളൊക്കെ വേണം, കാർഷികോൽപ്പന്നങ്ങളൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ വേഗതയിലാണ് എന്ത് വർദ്ധിക്കുന്നത്? ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്തിലേക്ക് മാറിപ്പോകുന്നു? ദാരിദ്ര്യം ഉണ്ടാവാൻ ഈ ജനസംഖ്യ കാരണമാകുന്നു. അമിതമായ ജനസംഖ്യ എന്തിന് കാരണമാകുന്നു? ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. ഇവിടെ മാൽത്തൂസ് ഒരു പെസിമിസ്റ്റാണ്, ഒരു അശുഭകരമായിട്ടാണ്. അതായത് ജനസംഖ്യ വർദ്ധിക്കുക എന്നുള്ളത് സമൂഹത്തിൽ എന്തിലേക്ക് നയിക്കും? ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് ഈ തിയറിയിലൂടെ ആര് പറയുന്നത്? റോബർട്ട് മാൽത്തൂസ് പറയുന്നത്. ഇവിടെ അദ്ദേഹം പോപ്പുലേഷൻ
ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ് പോപ്പുലേഷൻ ഗ്രോത്ത് നടക്കുന്നത്. ജനസംഖ്യാ വർധനവ് നടക്കുന്നത് ജിയോമെട്രിക്, ജാമിതീയ വളർച്ച. എന്താ ജാമിതീയ വളർച്ച എന്ന് പറഞ്ഞാൽ 2, 4, 8, 16, 32 ഇരട്ടിയായിട്ട് ഇങ്ങനെ പോവുക. ഇങ്ങനെയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമായ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വർദ്ധിക്കുന്നതോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതായത് 2, 4, 6, 8, 10 ഈ രൂപത്തിലാണ് നമുക്കാവശ്യമായ വിഭവങ്ങൾ വർദ്ധിക്കുന്നത്. ഇങ്ങനെ പോയാൽ ജനങ്ങൾ എന്തിലേക്ക് കൂപ്പുകുത്തും? കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും എന്നാണ് ഈ തിയറിയിലൂടെ മാൽത്തൂസ് നമ്മോട് പറയുന്നത്. അപ്പോൾ വി ഹാവ് ടു കൺട്രോൾ പോപ്പുലേഷൻ ടു ഇൻക്രീസ് പ്രോസ്പെരിറ്റി. നമ്മുടെ സമൂഹത്തിൽ ഒരു പുരോഗതി കൈവരിക്കണമെങ്കിൽ, നമ്മുടെ സമൂഹം പുരോഗതി കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്തിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്? ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ജനസംഖ്യയെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ സമൂഹം ദാരിദ്ര്യത്തിലായിപ്പോവും. ഈ ദാരിദ്ര്യം ഇല്ലാതിരിക്കണമെങ്കിൽ, അതായത് പ്രോസ്പെരിറ്റി കൈവരിക്കണമെങ്കിൽ, അഭിവൃദ്ധി കൈവരിക്കണമെങ്കിൽ, പുരോഗതി കൈവരിക്കണമെങ്കിൽ എന്തുണ്ട്? വി ഹാവ് ടു കൺട്രോൾ ദി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയുടെ അമിതമായ വളർച്ചയെ നമ്മൾ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കൈവരിക്കാൻ സാധിക്കുള്ളൂ? പുരോഗതി കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് റോബർട്ട് മാൽത്തൂസ് ഈ തിയറിയിലൂടെ പറയുന്നത്. അദ്ദേഹം ജനസംഖ്യയെ നിയന്ത്രിക്കാൻ 2 മാർഗങ്ങൾ പറയുന്നുണ്ട്. ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള 2 മാർഗങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ജനസംഖ്യ നിയന്ത്രിച്ചാലേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? പുരോഗതി കൈവരിക്കാൻ സാധിക്കുള്ളൂ. ജനസംഖ്യയെ നിയന്ത്രിക്കാൻ 2 മാർഗങ്ങളുണ്ട്. 2 ways ടു കൺട്രോൾ പോപ്പുലേഷൻ. ഒന്ന് പോസിറ്റീവ് ചെക്സ്, അതുപോലെ പ്രിവെൻറ്റീവ് ചെക്സ്. പോസിറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ സാധാരണ രൂപത്തിലുണ്ടാകുന്ന, അതിനുദാഹരണമാണ് ഡിസീസസ്, അതുപോലെ ഫെമിൻസ്, ക്ഷാമം, രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായാൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു. ഇത് ജനസംഖ്യ കുറയാൻ കാരണമാവുന്നുണ്ടല്ലോ. ഇത് പോസിറ്റീവ് ചെക്കിന്, അതായത് സ്വാഭാവിക നിയന്ത്രണത്തിന് ഉദാഹരണമാണ്. അതുപോലെ മറ്റൊരു ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള അദ്ദേഹം പറഞ്ഞ 2ാമത്തെ മാർഗമാണ് പ്രിവെൻറ്റീവ് ചെക്സ്. എന്താ പ്രിവെൻറ്റീവ് ചെക്ക്? നിവാരണ നിയന്ത്രണ മാർഗങ്ങൾ. നിവാരണ നിയന്ത്രണ മാർഗം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണ്ടിങ് മാരേജിനെ നമ്മൾ വിവാഹം കഴിക്കൽ വൈകിപ്പിക്കുക. വിവാഹം വൈകിയാൽ സന്താനോൽപാദനവും കുറയും. അതുപോലെ അല്ലെങ്കിൽ സെലിബസി, സന്യാസം, വിവാഹം കഴിക്കാതിരിക്കുക, അപ്പോഴും സന്താനോൽപാദനം കുറയും. ഇങ്ങനെയുള്ള 2 മാർഗങ്ങൾ, പോസിറ്റീവ് ചെക്സ്, പ്രിവെൻറ്റീവ് ചെക്സ്. ഇങ്ങനെ ജനസംഖ്യയെ നിയന്ത്രിക്കാൻ 2 മാർഗങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് ജനസംഖ്യയുടെ വളർച്ച കുറക്കുക. ഈ കുറക്കലാണ് നമ്മൾ അഭിവൃദ്ധി കൈവരിക്കാനുള്ള ഒരേ ഒരു മാർഗം. ജനസംഖ്യയെ നിയന്ത്രിക്കലാണ് അഭിവൃദ്ധി കൈവരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നാണ് റോബർട്ട് മാൽത്തൂസ് ഈ തിയറിയിലൂടെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തിയറി ഒരുപാട് കാലം വളരെ സ്വാധീനത്തോടെ നിലനിന്നു. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തിയറിയെ പല പണ്ഡിതന്മാരും എതിർത്തു. അതായത് ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, എന്നാൽ ചില ആളുകൾ ഈ വിഭവങ്ങളെ കൈവശം വെച്ചതുകൊണ്ടാണ്, അതായത് അനീക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സമൂഹത്തിൽ അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയാത്തത് എന്ന രൂപത്തിൽ ഇതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാൽത്തൂസിയൻ തിയറി എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹം പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നെന്ന് പറയുന്നു. ഈ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനെ നിയന്ത്രിക്കണം? ജനസംഖ്യാ വളർച്ചയെ നിയന്ത്രിക്കണം. ജനസംഖ്യാ വളർച്ചയെ നിയന്ത്രിക്കാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന് സ്വാഭാവിക നിയന്ത്രണ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, ക്ഷാമം, ഇങ്ങനെയൊക്കെ ജനങ്ങൾ മരിച്ചു പോവുക. 2ാമത്തെ മാർഗം എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ചെക്സ്. സ്വാഭാവികമായിട്ടുള്ള നമ്മൾ ബോധപൂർവം നമ്മൾ ജനസംഖ്യയെ ഇല്ലായ്മ ചെയ്യുക. അതായത് വിവാഹം വൈകിപ്പിക്കുക അല്ലെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള 2 മാർഗങ്ങളാണ് അദ്ദേഹം ജനസംഖ്യയെ നിയന്ത്രിക്കാൻ 2 മാർഗങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ്. ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ഡിസ്കസ് അനദർ പോപ്പുലേഷൻ തിയറി, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, ഡെവലപ്ഡ് ബൈ കിങ്സ്ലി ഡേവിസ്. According to Kingsley Davis, population growth is links with
എക്കോണമിക് ഗ്രോത്ത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു തിയറിയാണ് ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. ഈ തിയറി കൊണ്ടുവന്നത് കിങ്സ്ലി ഡേവിസ്. അദ്ദേഹം പറയുന്നത് ജനസംഖ്യ വളർച്ച നമ്മുടെ സാമ്പത്തിക വളർച്ചയുമായിട്ട് അല്ലെങ്കിൽ സാങ്കേതിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനസംഖ്യാ വളർച്ചയും സാമ്പത്തിക വളർച്ചയും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. ജനസംഖ്യാ വളർച്ചയും അല്ലെങ്കിൽ സാങ്കേതിക വളർച്ചയും തമ്മിൽ, ജനസംഖ്യാ വളർച്ചയും സാങ്കേതിക വളർച്ചയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. കിങ്സ്ലി ഡേവിസ് പോപ്പുലേഷൻ ഗ്രോത്ത് നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. പോപ്പുലേഷൻ ഗ്രോത്ത് 3 ഘട്ടങ്ങളിലൂടെ, 3 ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ജനസംഖ്യ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 3 സ്റ്റേജസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഒന്ന്, ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമൂഹം. ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമൂഹം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ടെക്നോളജി. ടെക്നോളജിയിൽ നമ്മളിങ്ങനെ വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടം, ആ വളർന്നു വരുന്ന സമൂഹം. മൂന്നാമത്തെ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് അഡ്വാൻസ്ഡ് ടെക്നോളജി. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് നടക്കുന്നത് എന്നാണ് കിങ്സ്ലി ഡേവിസ് പറയുന്നത്. ഇവിടെ കിങ്സ്ലി ഡേവിസിന്റെ അഭിപ്രായത്തിൽ ജനസംഖ്യ വർദ്ധിക്കുക എന്നുള്ളത് ഒരു അശുഭകരമായ കാര്യമൊന്നുമല്ല. ജനസംഖ്യ വർദ്ധിക്കുക എന്നുള്ളത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല, നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാൽത്തൂസിയൻ തിയറിയിൽ മാൽത്തൂസ് ജനസംഖ്യ വർദ്ധിക്കുന്നത് അശുഭകരമായ, നല്ലതല്ലാത്ത ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കിങ്സ്ലി ഡേവിസ് ജനസംഖ്യാ വർധനവിനെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കുക, 3 സ്റ്റേജസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഫസ്റ്റ് സ്റ്റേജ് ടെക്നോളജിക്കലി ബാക്ക്വേർഡ്. ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമൂഹം, അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. നമ്മുടെ സമൂഹം അല്പവികസിതമായ, വളരെ വലിയ വികസനമൊന്നും എത്താത്ത, സാങ്കേതികമായിട്ട്, ഇന്നിപ്പോൾ നമ്മൾ സാങ്കേതികമായിട്ട് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ടെക്നോളജി, നമ്മുടെ സംവിധാനങ്ങൾ, മൊബൈൽ, കമ്പ്യൂട്ടർ സംവിധാനമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള സമൂഹമാണ്. എന്നാൽ ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമൂഹം, അതായത് വികസനം എത്താത്ത ആ സമൂഹം എങ്ങനെയുള്ള സമൂഹമായിരുന്നു അക്കാലത്ത്? ജനന നിരക്ക്, ബർത്ത് റേറ്റ്, അതുപോലെ ഡെത്ത് റേറ്റ് വെരി ഹൈ ആയിരുന്നു. വികസനം എത്താത്ത പഴയ സമൂഹങ്ങളിൽ ജനന നിരക്കും വളരെ കൂടുതലായിരുന്നു, മരണനിരക്കും വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനനനിരക്കും മരണനിരക്കും കൂടുതലായതുകൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്തായിരുന്നു? ലോ ആയിരുന്നു. എന്താ പറഞ്ഞത്? അതായത് ഒരുപാട് ആളുകൾ ജനിക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് വർദ്ധിക്കുന്നില്ല? ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. ജനസംഖ്യാ വർധനവ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസം. അതിനാണ് അവിടെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കണക്കാക്കുക. ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ 100 ആൾ ജനിക്കുമ്പോൾ 100 ആൾ മരിക്കുന്നുണ്ട്. 100 ആൾ ജനിക്കുന്ന കാലാവധി കൊണ്ട് തന്നെ 100 ആൾ മരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ പണ്ടത്തെ സമൂഹം എങ്ങനെയായിരുന്നു? ഹൈ റേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഡെത്തും, ജനനനിരക്കും മരണനിരക്കും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് എന്തായിരുന്നു? ലോ ആയിരുന്നു. ജനസംഖ്യാ വർധനവ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജായിട്ട് അദ്ദേഹം പറയുന്നത് ഡെവലപ്പിംഗ് ടെക്നോളജി, സാങ്കേതികമായിട്ട് മുന്നേറാൻ തുടങ്ങിയ കാലഘട്ടം. നമ്മുടെ സമൂഹം സാങ്കേതികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഡെവലപ്പിംഗ് ആയ മുന്നേറാൻ തുടങ്ങിയ കാലഘട്ടം. അന്ന് ബർത്ത് റേറ്റ് എന്തായിരുന്നു? ജനനനിരക്ക് എന്തായിരുന്നു? വെരി ഹൈ ആയിരുന്നു. ബർത്ത് റേറ്റ് വെരി ഹൈ ആയിരുന്നു. എന്നാൽ ഡെത്ത് റേറ്റ് വെരി ലോ ആയിരുന്നു. മരണനിരക്ക് വളരെ കുറവായിരുന്നു. എന്താ അതിനുള്ള കാരണം? സാങ്കേതികമായിട്ട് മുന്നേറാൻ തുടങ്ങി. ചില അസുഖങ്ങളൊക്കെ വന്നപ്പോൾ
നമ്മൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഹൈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹൈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഉണ്ടായത്? ഈ ഡെവലപ്പിംഗ് ടെക്നോളജി, സാങ്കേതിക വിദ്യ ഇങ്ങനെ വികസിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് കൺട്രോളിങ് ഡിസീസ്, അസുഖങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങി. അതുപോലെ ബെറ്റർ ന്യൂട്രീഷൻ, ജനങ്ങൾക്ക് നല്ല പോഷകാഹാരങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത്, ജനങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. ഇതോടുകൂടെ മരണം കുറഞ്ഞു, ജനനനിരക്കോ കുറഞ്ഞതുമില്ല. ജനനനിരക്ക് കൂടി, ജനനനിരക്ക് നേരത്തെ പോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ബർത്ത് റേറ്റ്. എന്നാൽ മരണനിരക്ക് കുറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് മരണനിരക്ക് കുറയാനുള്ള കാരണം? പബ്ലിക് ഹെൽത്തിന് പ്രാധാന്യം ലഭിച്ചു, അതുപോലെ തന്നെ ബെറ്റർ ന്യൂട്രീഷൻ ലഭിച്ചു, പോഷകാഹാരങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ലഭിച്ചു. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് ഡിസീസ്, അസുഖങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. ചികിത്സാ സംവിധാനങ്ങൾ, ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഈ കാലത്ത് മരണം കുറഞ്ഞു, ജനനം കുറഞ്ഞതുമില്ല. അപ്പോൾ 100 ആൾ ജനിക്കുകയാണെങ്കിൽ ഒരു 20 ആളൊക്കെ അല്ലെങ്കിൽ 30 ആളൊക്കെ മരിക്കണുള്ളൂ. ഇവിടെ എന്ത് വർദ്ധിക്കാൻ തുടങ്ങി? ഗ്രോത്ത് റേറ്റ്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്താവാൻ തുടങ്ങി? വർദ്ധിക്കാൻ തുടങ്ങി. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വർധനവിൻ്റെ ഈ ഘട്ടത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ 3 ഘട്ടങ്ങളിൽ അവസാനത്തായിട്ട് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി. അതായത് ഇന്നത്തെ സമൂഹം നമ്മൾ ടെക്നോളജിക്കലി സാങ്കേതികമായിട്ട് നമ്മൾ വെരി ഹൈ ആണ്, നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. ഈ സ്റ്റേജിൽ ഇന്ന് നമുക്കറിയാം, പണ്ടത്തെ പോലെ ജനനനിരക്ക് കൂടുതലാണോ? അല്ല. ഇന്ന് ജനനനിരക്കും കുറവാണ്, മരണനിരക്കും കുറവാണ്. നമുക്ക് പോപ്പുലേഷൻ വളർന്നാൽ, ജനസംഖ്യ അമിതമായി വളർന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബോധമുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് പോലെയുള്ള, പോവർട്ടി പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ജനനനിരക്ക് കുറക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അപ്പോൾ ഈ ഡെവലപ്ഡ് സൊസൈറ്റിയിൽ ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള ഈ സമൂഹത്തിൽ ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ലോ. ജനനനിരക്കും കുറഞ്ഞു, മരണനിരക്കും കുറഞ്ഞു. അതോടുകൂടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വീണ്ടും എന്തായിട്ട് മാറി? ലോ ആയിട്ട് മാറി. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ്. 3 ഘട്ടങ്ങളിലൂടെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കുന്നത് എന്നാണ് കിങ്സ്ലി ഡേവിസ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 തിയറികളാണെന്ന് പഠിച്ചത്. ഒന്ന് മാൽത്തൂസിയൻ തിയറി, പിന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. ഈ ട്രാൻസിഷൻ തിയറിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും വെരി ഹൈ ആയിരുന്നു. ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? പോപ്പുലേഷൻ വർദ്ധിക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേജായിട്ട് നമ്മൾ പറഞ്ഞത് ഡെവലപ്പിംഗ് ടെക്നോളജി, വികസിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം. ഈ വികസിക്കാൻ തുടങ്ങിയപ്പോൾ ജനനനിരക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഹൈ ആയിട്ട് തുടർന്നു പോന്നു. എന്നാൽ ജനങ്ങൾ ആരോഗ്യനില മെച്ചപ്പെട്ടു. എന്ത് കുറഞ്ഞു? മരണം കുറഞ്ഞു, മരണനിരക്ക് കുറഞ്ഞു. അതുകൊണ്ട് അവിടെ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, ജനസംഖ്യ വിസ്ഫോടനം. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ ജനനനിരക്ക് ഹൈ ആയി നിലകൊണ്ടു, അതേസമയം മരണനിരക്ക് കുറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് ഡിസീസ്, ബെറ്റർ ന്യൂട്രീഷൻ, ജനങ്ങൾക്ക് പോഷകാഹാരം ലഭിച്ചു. അതുപോലെ ജനങ്ങളുടെ അസുഖങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങി, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ തുടങ്ങിയ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ മരണനിരക്ക് കുറഞ്ഞു, ജനനനിരക്ക് നേരത്തെ പോലെ തന്നെ ഹൈ ആയിട്ട് നിലനിന്നു. ഇവിടെ ജനസംഖ്യ വിസ്ഫോടനം സംഭവിച്ചു. ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ നന്നായിട്ട് വർദ്ധിച്ചു. രണ്ടാമത്തെ സ്റ്റേജിലാണ് എന്ത് നടന്നത്? ജനസംഖ്യാ വിസ്ഫോടനം സ്റ്റേജ് നടന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി, ഡെവലപ്ഡ് ടെക്നോളജി. ഇന്ന് സാങ്കേതികമായിട്ടൊക്കെ നമ്മൾ മുന്നേറി, ജനസംഖ്യ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ബർത്ത് റേറ്റ് കുറഞ്ഞു. അതുപോലെ തന്നെ
എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമ്മൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ടെക്നിക്കലി നമ്മൾ ഡെവലപ്ഡ് ആയതുകൊണ്ട് നമുക്ക് അസുഖങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും നല്ല മികച്ച പോഷകാഹാരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങി നമ്മൾ എന്തും കുറഞ്ഞു, നമ്മുടെ സമൂഹത്തിൽ മരണനിരക്കും കുറഞ്ഞു. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ ബർത്ത് റേറ്റ് അതുപോലെ ഡെത്ത് റേറ്റ് രണ്ടും എന്തായിട്ട് മാറി? ലോ ആയിട്ട് മാറി. ഇങ്ങനെ 3 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യാ വിസ്ഫോടനം. ജനനനിരക്ക് കൂടുകയും മരണനിരക്ക് കുറയുകയും ചെയ്ത രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.